30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഏകദിന ഉപവാസ സമരം ശ്രദ്ധേയമായി. കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെയായിരുന്നു ഉപവാസ സമരം. വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ. ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു ഉപവാസം. കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിൽ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക, KSU നേതാക്കളെ കറുത്ത മുഖംമൂടി ധരിപ്പിച്ചും കയ്യാമം വെച്ചും കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHOയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉപവാസ സമരത്തിൽ ഉന്നയിച്ചു. ഓഗസ്റ്റ് 3-ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുജിത്ത് എന്നയാളെ അതിക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഈ സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SA ആസാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഷോ ലോനപ്പൻ, നേതാക്കളായ NR സതീശൻ, CC ശ്രീകുമാർ, TP ഗിരീശൻ തുടങ്ങിയവരും നിരവധി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു. കുടിവെള്ളം ലഭിക്കുവാൻ MLA-ക്ക് നേരമില്ല. ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകളുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റുവാൻ, ആവശ്യങ്ങൾ നിറവേറ്റുവാൻ MLA-ക്ക് നേരമില്ല. MLA-ക്ക് നേരമുള്ളത് കാക്കിയുള്ള ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ നാട്ടിലെ CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന, ഈ നാട്ടിലെ CPM-ന് വേണ്ടി ഓശാന പാടുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് MLA-ക്ക് നേരമുള്ളത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഇളം പ്രിയപ്പെട്ട ജോമോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു പലചരക്കട കോലടിയിലുണ്ട്. ആ കോലടിയിൽ അദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആ പലചരക്കടയാണ്. ന്യൂസ് ഡെസ്ക് CCV.